ഈ കോമഡി ഉത്സവം ഞാൻ എൻ്റേതായൊരു ഭാവനയിൽ റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കേരളത്തിലെ ചില അറിയപ്പെടുന്ന മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അതിൽ മിഥുൻ ചേട്ടനുണ്ട്. അതൊക്കെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തുടങ്ങാം. നല്ലൊരു ക്ലാസ്. കോമഡി ഉത്സവത്തിന് ഈ ആഴ്ചത്തെ എപ്പിസോഡിൽ തുടങ്ങാൻ പോവാണ്. ഈസ്റ്റ് കോമഡി ഉത്സവം പ്രൊവൈഡ് ബൈ ഈസ്റ്റേൺ ആൻഡ് കോ പവർഡ് ബൈ chamaramatrmony.com. ഇന്നത്തെ കോമഡി ഉത്സവത്തിന്റെ കൊടിയേറുന്നതിനായി നമ്മുടെ പ്രിയപ്പെട്ട തിരിച്ചേട്ടന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ ശബ്ദങ്ങൾ അനുകരിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഈ ശബ്ദാനുകരണം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിൽ ഒരു മത്സരമായിട്ട് കാണുകയാണ്. നമുക്ക് ഒരുപാട് സ്വരസ്ഥാനങ്ങളുണ്ട്, 5 സ്വരസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിലല്ല ലോകത്തെ എവിടെ മലയാളികളുണ്ടോ അവരെല്ലാവരും കാണുന്ന ഒരു ഷോയാണ് ഈ കോമഡി ഉത്സവം. എന്തായാലും ഒരുപാട് സന്തോഷം. തിരിച്ചേട്ടാ, അതുപോലെ തന്നെ ഈ ഒരു കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറിൽ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് അമേസിംഗ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരുപാട് കാൻഡിഡേറ്റ്സ് they are getting a lot of opportunity from Dubai and also other abroads ഒരുപാട് ഓഫർ വന്നിട്ട് അല്ലേ തിരിച്ചേട്ടാ? ദുബായിലാണെങ്കിൽ ഇതിന്റെ കൂടെ തന്നെ അങ്ങ് പോയാൽ മതി. തിരിച്ചേട്ടാ, ഇന്നത്തെ കോമഡി ഉത്സവത്തിന്റെ പ്രത്യേകത അറിയോ? ഇല്ല, അറിയില്ല. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ചില മിമിക്രി താരങ്ങളാണ്. സാധാരണ മിമിക്രി ആർട്ടിസ്റ്റുകളാണ് വരാറുള്ളത്. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് മലയാളത്തിലെ ചില പ്രശസ്തരായ മിമിക്രി ആർട്ടിസ്റ്റുകളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. Let us welcome the one and only beautiful mimicry artist Mr. കോട്ടയം നസീർ. എന്നാ ഉണ്ടടാ? ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ദുബായിലായിരുന്നു, ഇന്നലെ വന്നത്. നസീർക്ക, ഒരുപാട് സന്തോഷം. കോമഡി ഉത്സവത്തിനെ പറ്റി ഒരു 2 വാക്ക്. കോമഡി ഉത്സവത്തിനെ പറ്റി 2 വാക്കല്ല, ഒരു 10,000 വാക്ക് പറഞ്ഞാൽ തീരത്തില്ലല്ലോ. അത്രയും നല്ലൊരു ഷോ അല്ലേ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഗ്രൂമേഴ്സ്, ഡയറക്ടേഴ്സ്, അതുപോലെ ജഡ്ജസ്, എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ മിമിക്രിയുടെ സുൽത്താൻ, നമുക്കെല്ലാം പ്രിയപ്പെട്ട അബീക ഇവിടെ എത്തിയിട്ടുണ്ട്. അബീക, അബീക, ഈ പഴയകാലത്ത് മിമിക്രി ഇപ്പോഴത്തെ മിമിക്രി തമ്മിലൊരു ഡിഫറൻസ് എന്ന് പറയാൻ പറ്റുമോ? പഴയ കാലത്തെ മിമിക്രി എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഈ സാഗറിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് ശബ്ദങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പോഴുള്ള ആർട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ന്യൂ ജനറേഷൻ ഭയങ്കര ഒബ്സർവേഷനാണ്. എന്തായാലും പറയാതിരിക്കാൻ വയ്യ. അബീക, ഒരുപാട് സന്തോഷം. അബീക പുറത്തത് അബീകയുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലെജൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മളെല്ലാം പ്രിയപ്പെട്ട നാദർഷിക. നാദർഷിക, എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും, വന്ദനം. ഒരുപാട് സന്തോഷം. കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് ഇരിക്കുന്ന മിഥുൻ, അതുപോലെ തന്നെ പക്രു, പിന്നെ ടിനി, പ്രജോദ്, എല്ലാവരെയും കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. നാദർഷിക കൂടാതെ തന്നെ ഈ ഒരു ഷോയിൽ നമ്മുടെ മിമിക്രിയുടെ മറ്റൊരു ലെജൻഡ് എത്തിയിട്ടുണ്ട്. അത് മറ്റൊരുമല്ല, നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട രമേശ് പിഷാരടെ. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയപ്പോൾ എന്തൊരു തമാശ ഉണ്ടായിരുന്നു അല്ലേ? എടാ, അതൊക്കെ ഇപ്പൊ പറഞ്ഞാൽ ലോക തോൽവിയായിരിക്കും, ലോക തോൽവി. അത് കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹമില്ലേ? എടാ, കഴിഞ്ഞ ദിവസം കോട്ടയത്ത് പോയപ്പോൾ കുറച്ച് ചേച്ചിമാർ ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നു. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഫോട്ടോ നോക്കിയപ്പോൾ ഞാൻ മാത്രം ചിരിച്ച് നിൽക്കുന്നു. ചേച്ചിമാരുടെ കണ്ണൊക്കെ ഇങ്ങനെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നു. ചേച്ചിമാരോട് ഞാൻ ചോദിച്ചു, എന്നാൽ നിങ്ങളുടെ കണ്ണ് പുറത്തോട്ട് തള്ളി നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ കുടവയറ് കാണാതിരിക്കാൻ ശ്വാസം ഉള്ളിലോട്ട് വലിച്ചു പിടിച്ചപ്പോൾ കണ്ണ് പുറത്തോട്ട് തള്ളിപ്പോയതാണെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ചേച്ചിമാരുടെ ഒരു കാര്യമേ. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മറ്റൊരു താരമുണ്ട്, ജാഫർ ഇടുക്കി. നല്ലൊരു ക്ലാപ്പ്. ഈ ഷോയുടെ പേരാടാ മിഥുനെ? ഈ ഷോയുടെ പേര് കോമഡി ഉത്സവം. കോമഡി ഉത്സാഹം? ഉത്സവം അല്ല, ഉത്സവം. ഞാൻ പറഞ്ഞില്ലേ, ഉത്സവം. അതല്ലേ ഞാൻ പറഞ്ഞേ. ഇതെന്താ ചോദ്യം? ഇടയ്ക്ക് സജീവല്ലല്ലോ സിനിമയില്? എന്നാ വെച്ചാ സജീവനോ? എടോ, എന്റെ പേര് ജാഫർ ഇടുക്കി, ഞാനെങ്ങനെ ഈ സജീവനാവുന്നത്? അല്ല, ഞാൻ ചോദിക്കുന്നത് എല്ലാ ചോദ്യം. എന്തായാലും ഈ നിൽക്കുന്ന മിഥുനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ നമ്പർ 1 ആങ്കർ ഈ നിൽക്കുന്ന മിഥുനാണ്. അതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്നത്തെ ഈ ഒരു ഷോയെ പറ്റി തിരിച്ചേട്ടൻ എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞു കഴിഞ്ഞാല് മിമിക്രി ആർട്ടിസ്റ്റുകളെ കൊണ്ട് ധന്യമായി ഇന്നത്തെ ഈ ഒരു കോമഡി ഉത്സവം എന്ന് തന്നെ പറയാം. എല്ലാവർക്കും നല്ലൊരു താങ്ക്സ്. താങ്ക് യു.